സൂപ്പറാണ്, കിടിലം കിടിലം. ഈ വർഷം ഇറങ്ങിയതിൽ ഏറ്റവും മികച്ച ചിത്രം എന്ന് പറയാം. ഫസ്റ്റ് ഹാഫ് ഗംഭീര ത്രില്ലറായിരുന്നു. സെക്കൻഡ് ഹാഫ് വന്നിട്ട് ഒരു പ്യൂർ ആക്ഷൻ സിനിമ. ആക്ഷനൊക്കെ കലിപ്പ് ആക്ഷൻ. ലാലേട്ടൻ കൊള്ളാം, ഞാൻ പറയുന്നില്ല, ലാലേട്ടൻ കൊള്ളാം. പക്ഷേ വിസ്മയുടെ ആക്ഷനൊക്കെ ഗംഭീരം, അടിപൊളി. ഇനിയിപ്പം പറയുമ്പോൾ സൂപ്പറോ, കിടിലം. ലാലേട്ടൻ്റെ മോളും കൊള്ളാം, വില്ലനും കൊള്ളാം. പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്. ലാലേട്ടനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പടം അടിപൊളിയാണ്. നന്നായിരുന്നു. കൊള്ളാം ബ്രോ. സ്റ്റോറി വൈസ് ആവറേജ് ആണെങ്കിലും പുള്ളിക്കാരുടെ പെർഫോമൻസ് ഫൈറ്റൊക്കെ കിട്ടില്ല. ഫൈറ്റൊന്നും രക്ഷയില്ല. എനിക്കിഷ്ടമായി. നല്ല തുടക്കം. മോളുടെ അഭിനയം നന്നായിട്ടുണ്ടായിരുന്നു. നല്ലൊരു തുടക്കം ഇഷ്ടപ്പെട്ടു. റിയലി മെയ്ഡ് ഹെർ ഫാദർ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. എനിക്ക് തോന്നുന്നു മോഹൻലാലിന്റെ ലെഗസി വിസ്മയന്റെ തെളിയിച്ചു. അതുപോലെ നല്ല കഥ നന്നായിട്ട് പ്രസന്റ് ചെയ്തേക്കുന്നു. എല്ലാം കൊള്ളായിരുന്നു. പ്രതീക്ഷിച്ചതിനെക്കാട്ടും നന്നായിരുന്നു ആ സിനിമ. പ്രതീക്ഷിച്ചതിനെക്കാട്ടും വലിയൊരു തുടക്കമാണ്. വിസ്മയ സൂപ്പറാണ്. മോഹൻലാലിന്റെ ലെഗസി ആക്കുന്ന ഒരാളാണ്. വളരെ നന്നായിരുന്നു സിനിമ. മാർഷൽ ആർട്സ് ആണ്. നല്ലൊരു തുടക്കം. നല്ല ലാലേട്ടൻ്റെ ക്യാമിയോ അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അടിപൊളിയാണ്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ മീൻസ് ആക്ഷൻ പ്രാധാന്യമുള്ള സിനിമ. ക്യാരക്ടർ റോളിനേക്കാളും ആക്ഷൻ്റെ പ്രാധാന്യമുള്ള സിനിമയാണ്. നല്ലൊരു തുടക്കമാണ് വിസ്മയുടെ നല്ലൊരു തുടക്കമാണ്. എങ്ങനെയുണ്ടായിരുന്നു തുടക്കം? സൂപ്പറായിരുന്നു. സൂപ്പർ തുടക്കം. വിസ്മയ എന്തായാലും പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഒരു മലയാള സിനിമയിലെ 2 ഭാവി വാഗ്ദാനങ്ങളായിട്ട് വരുന്നു.